അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന തീരുമാനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയത് എങ്ങനെയാണ്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നിന്നും മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ UDF 110 നിന്ന് 30 സീറ്റുകൾ കുറഞ്ഞ് 80 ചുരുങ്ങി. LDF 19 സീറ്റിൽ നിന്ന് 39 സീറ്റോടെ കൂടി 58 മാറി. BJP 11 സീറ്റിൽ ഒന്നാമതെത്തി വലിയ മുന്നേറ്റം സൃഷ്ടിച്ച BJP അത് 2 സീറ്റിലേക്ക് ചുരുങ്ങി എന്നതാണ് ഈ 2 റിപ്പോർട്ടും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും പരാജയപ്പെട്ട് 19 സീറ്റിലും ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിലെല്ലാം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഒന്നാമതെത്തി. വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെയാണ് BJP മുന്നേറിയത്. മനസ്സിലാക്കി കളഞ്ഞല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ വോട്ടിൽ നിന്നും 38,474 വോട്ട് ആ കോർപ്പറേഷൻ അതിർത്തിയിൽ ഞങ്ങൾക്ക് കൂടി. UDFന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്നും 58,743 വോട്ട് കുറഞ്ഞു. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയ വോട്ടിൽ നിന്നും 47,323 വോട്ട് കുറഞ്ഞു. ഞങ്ങൾക്ക് 38,474 വോട്ട് കൂടുകയാണ് ചെയ്തത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. 2020 LDFനുള്ള സീറ്റ് 52, BJPക്കുള്ളത് 35, UDFനുള്ളത് 10. BJPയുടെയും UDFന്റെയും സീറ്റുകൾ കൂട്ടിക്കെട്ടിയാലും 45. ഇത്തവണ BJPക്ക് 50. നേരത്തെ ഉണ്ടായിരുന്ന 52-ൽ നിന്ന് LDFന് 29. ഈ കണക്ക് എങ്ങനെ ശരിയാകും? എന്തന്തർധാര കൊണ്ടും, അതായത് മുഴുവൻ ഉണ്ടായിരുന്ന ജനകീയ അടിത്തറയും കൂട്ടിക്കെട്ടിയാലും തീരാത്തത്ര വലിയ വിജയമാണ് BJPക്ക് ഇവിടെ നിന്ന് മാത്രം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ സീറ്റുകളിൽ വർധനയുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വോട്ട് ഷിഫ്റ്റ് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്നതാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്. ഈ ശ്രീ അരുൺകുമാർ ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് പോയത് എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഇരട്ടി സീറ്റ് ആക്കുകയും ചെയ്തു. BJP 35-ൽ നിന്ന് ഭരണം പിടിക്കുകയും ചെയ്തു. CPM ഭരണത്തിൽ നിന്ന് 29 സീറ്റ് ആവുകയും ചെയ്തു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അപ്പോൾ ആരുടെ വോട്ട് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് CPMന്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാതെ പൊതുസമൂഹം അവരുടെ യുക്തിക്ക് തീരുമാനിച്ചാൽ ആരുടെ വോട്ടാണ് പോയതെന്ന് മനസ്സിലാവും. ഇപ്പോ വിചാരിച്ച ഒരു ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, പരാജയപ്പെട്ടു എന്നല്ല, വിചാരിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നോ അതോ പരാജയപ്പെട്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാണല്ലോ ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് അരുൺകുമാറിന്റെ പാർട്ടി ജയിച്ച് ഞങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് CPMന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാറ്. കാരണം അവരുടെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കണക്കുകളാണ്. ആ കണക്കുകളെ തോൽപ്പിക്കാനാണ് പാട്. ഏത് തരത്തിലുള്ള കണക്കുകൾ അവർ പറയും എന്നുള്ളതാണ്. സലോമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ജയിച്ച ഏതാണ്ട് 2300ഓളം സീറ്റുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. അതൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. 2526 പഞ്ചായത്തുകളിൽ കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ 428 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ കൂടുതൽ കിട്ടി. 183 മുനിസിപ്പാലിറ്റി സീറ്റുകൾ കൂടുതൽ കിട്ടി. 64 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ കൂടുതൽ കിട്ടി. ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും, അതായത് പഞ്ചായത്തുകളിൽ 50% മുകളിൽ തന്നെ ഏതാണ്ട് 505ഓളം പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. കോർപ്പറേഷനുകൾ ആകെയുള്ള 6 കോർപ്പറേഷനിൽ 4 ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷം ഭരിക്കാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെ തന്നെ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈ വിജയിച്ചത് എവിടെയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘത്തെ വിനിയോഗിക്കണമെന്ന് തോന്നുന്നു.
ഇവര് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആ പ്രസ്താവനയെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയ ആ കണ്ണാടി ഒരു കാരണവശാലും കുറച്ചു നാളുകൾ കൂടി മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് തോൽക്കാൻ നിങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ? കാരണം നമ്മളൊരു തോൽവി ഉണ്ടായാൽ തോൽവി അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി അത് LDF ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്തു നോക്കിയാലും അത് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ആണ് എന്നുള്ളതും വസ്തുതയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അഴിമതി ആരോപണങ്ങളായിക്കൊള്ളട്ടെ, തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നശിപ്പിച്ച സർക്കാർ നടപടികളായിക്കൊള്ളട്ടെ, ഇനി അതുമാത്രമല്ല ശബരിമലയിൽ സ്വർണം കട്ടവരെ സംരക്ഷിച്ച നിലപാടെടുത്ത CPM-നെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ ജനവിധി. പോത്തിന്റെ അടുത്ത് വേദം മൂടിയിട്ട് എന്താ കാര്യം? എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ആ രണ്ടുപേര് ജയിലിൽ കിടക്കുന്ന രണ്ടുപേരും ഇന്നും പാർട്ടിക്കാരാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ, പാർട്ടിയുടെ മെമ്പറാണ് വാസു. ഇവർ രണ്ടുപേരെയും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കുമെന്നാണ് പറയുന്നത്? KS അരുൺകുമാർ, പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ, വടിവാളുമെടുത്ത് തലയിൽ ചുവന്ന തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ കാഴ്ച, ആ സഖാക്കളുടെ കാഴ്ച, അത് നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കേരളത്തിലെ വോട്ടർമാർ, പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ഫറോക്കിൽ കേൾക്കുന്ന വെല്ലുവിളി, പത്തനംതിട്ടയിൽ കേൾക്കുന്ന വെല്ലുവിളി, ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത്? ഏതായാലും അക്രമം ഞങ്ങളായിട്ട് ആരും സൃഷ്ടിക്കുന്നില്ല, ഞങ്ങളുടെ വഴിയല്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ ജീവസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ്. അത് അത്തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടെ നടക്കില്ല അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നൊരു നിലയുണ്ടല്ലോ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പാനൂരിലുണ്ടായ പ്രകോപനം എന്താണ്? അങ്ങനെ അക്രമാസക്തരായ ഒരു കൂട്ടം നിങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ മുക്കിന് പോലീസ് വാനും പോലീസുകാരുമുള്ള ഇടത്ത് ആ പോലീസുകാർ എന്ത് നോക്കി നിൽക്കും? നിങ്ങളുടെ പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നോക്കി നിൽക്കുമോ? ഈ IPC-യിലെ സെൽഫ് ഡിഫൻസ് എന്നുള്ള ഒരു വകുപ്പുണ്ട്. ഭാരതീയ ന്യായ സംഹിതയും സമയം കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു നോക്കുക സെൽഫ് ഡിഫൻസ് എന്താണെന്ന്. ഇങ്ങോട്ട് ആക്രമണം വരുമ്പോ ആ മറുകരണം കാണിച്ചു കൊടുത്തിട്ട് ഈ കരണത്തോടെ തല്ലിട്ട് പൊക്കോ എന്ന് പറയാൻ എന്തായാലും ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാകില്ലല്ലോ. അങ്ങായാലും തയ്യാറാകും. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടില്ല. കണക്ക് വെച്ച് ഞാനങ്ങ് പറഞ്ഞല്ലോ, 110 സീറ്റിൽ നിന്ന് UDF 80 സീറ്റിലേക്ക് ചുരുങ്ങിയ കണക്കടക്കം പറഞ്ഞപ്പോ UDF-ന്റെ പ്രതിനിധി പറഞ്ഞത്, അയ്യോ ഞങ്ങൾ ജയിച്ചു എന്നത് അംഗീകരിച്ചു. നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് ഇത്ര സീറ്റ് വർധനവുണ്ടായി. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങ് കണക്കിലേക്ക് വളച്ചൊടിച്ചു പോകരുത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് തിരികെ വരൂ. ആ നിലയ്ക്കുള്ള കാര്യങ്ങളെ പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാണിച്ച അക്രമ പ്രവർത്തനങ്ങൾ സെലക്ടീവ് ലീക്കേജ് ആണ്. യഥാർത്ഥത്തിൽ നടന്ന മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നടന്ന പല സംഭവ വികാസങ്ങളും മറച്ചുവെച്ച് ആദ്യ സീനുകളൊക്കെ വെട്ടിമാറ്റി അതിനുശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡിഫൻസ്, ഒരു പ്രതിരോധം, ആ പ്രതിരോധം എടുത്തു കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ രീതിയാണോ എന്ന് ചോദിച്ചാൽ ചില പ്രതിരോധമെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയായിട്ട് വരും. കാരണം ജനിച്ച നാട്ടിൽ അന്തസ്സായി സംഘടനാ പ്രവർത്തനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവിയുടെ ഭാഗമായിട്ട് അങ്ങ് തീർത്തു കളയാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ തീർന്നിട്ടുണ്ട്. അങ്ങനെ തീരാൻ കഴിയില്ല അഡ്വക്കേറ്റ് KS അരുൺകുമാർ. നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അത് ആ അക്രമ പ്രവർത്തനങ്ങൾ അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ചളമായെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് ഏത് ഗ്രാമപ്രദേശങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് അറിയാം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേർക്കും കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷെ അവരെ ചർച്ചയിൽ പറയുമോ എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സെലക്ടീവ് ആയിട്ടുള്ള ചില വീഡിയോ കാണിച്ചിട്ട് മാതൃഭൂമിക്ക് ഏത് വീഡിയോ കാണിക്കണം, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വലിയ ആൾക്കൂട്ടം
ആൾക്കൂട്ടം വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡിഫൻസ് അല്ല അതുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന നിലയ്ക്ക് ആൾക്കൂട്ട ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തെയും ആ പോലീസ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് കൂടി പറഞ്ഞു വെച്ചു പോകൂ. IPC പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് വിളിക്കാം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് തന്നെയാണല്ലോ വിളിക്കുന്നത്. CPM-നെ ആക്രമിക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് തോന്നിയ ഇൻട്രോ, തോന്നിയ സമാപനം, കൺക്ലൂഷൻ, തോന്നിയ വാക്കാ പറയുന്നത്. അത് പറഞ്ഞോ, അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. ചില വീഡിയോ വെട്ടിമാറ്റി ഇതൊക്കെ ഉള്ളൂ ഈ കേരളത്തിൽ എന്ന് കാണിക്കേണ്ട. യഥാർത്ഥ സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അധിക്ഷേപിക്കുന്നതോ അപമാനിക്കുന്നതോ ആയിട്ടുള്ള ഒരൊറ്റ വാക്ക് ഈ സ്ഥാപനത്തിൽ നിന്നോ ഈ ഡെസ്കിൽ നിന്നോ വന്നിട്ടില്ല. ആ നിലയ്ക്ക് ആളുകളുടെ കണ്ണുകെട്ടി പോകരുത്. അങ്ങേക്ക് പറയാനുണ്ടെങ്കിൽ ഏത് വാക്കെന്ന് അങ്ങ് പറയൂ. അല്ല, ഞാൻ ആ കാര്യത്തിൽ ഒരു തർക്കമേ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകം, ഇഷ്ടമുള്ള വീഡിയോ, ഇഷ്ടമുള്ള വാക്ക്, ഇതെല്ലാം നാലാം തൂൺ എന്ന രൂപത്തിൽ പ്രയോറിറ്റിയുടെ ഭാഗമായി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. പക്ഷെ ഞാൻ ഇന്നതാ മറുപടി പറഞ്ഞിട്ട് പോകണമെന്ന് പറയാൻ താങ്കൾക്ക് ഒരു അധികാരമില്ല. വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സംസ്ഥാനത്ത് ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? CPM-നെതിരെ കിട്ടിയ ഒരു ആയുധാണല്ലോ പരമാവധി പൊലിപ്പിക്കുക എന്നാണല്ലോ നിങ്ങളുടെ തൊഴിൽ. അതല്ല തൊഴിൽ എന്ന ഉറച്ച ആത്മവിശ്വാസം എനിക്കുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അതല്ല തൊഴിലെന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. ആ നിലയ്ക്കൊന്നും അങ്ങ് ചാപ്പ കുത്തി പോകല്ലേ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ ഒരു പ്രത്യേക ചർച്ച എടുത്തിട്ടല്ലോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്ര നാളായി? ഒരവസരവും തരില്ല. എനിക്ക് ഈ പണിയെടുക്കുന്നതിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. കേട്ടോടാ പുന്നാര മോനെ. ഈ പരിപാടി CPM തുടരണം. ഇത് ഇങ്ങനെ തന്നെയാ തുടർന്നുകൊണ്ടിരുന്നത്. എവിടെ? ബംഗാളിലും ത്രിപുരയിലും. അവസാനം എവിടെ പോയി നിന്നു? അവസാനം പെരുമ്പാവൂരിൽ പറോട്ട അടിക്കുന്ന ആളായി ഏരിയ സെക്രട്ടറി മാറി. കാട്ടിലൊളിക്കേണ്ടി വന്നു ജില്ലാ സെക്രട്ടറി. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സഖാക്കന്മാരൊക്കെ അവസാനം ഇത് തുടർന്ന് അവസാനം കാട്ടിലൊളിക്കേണ്ട ഗതികേട് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ദാർഷ്ട്യമാണ്. ഈ ദാർഷ്ട്യം ഉണ്ടല്ലോ, നിങ്ങൾ ഈ തുടരുന്ന ദാർഷ്ട്യം, ഈ ദാർഷ്ട്യം നിങ്ങളുടെ അടിവേരളക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.